ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് റമദാനായിട്ട് നോമ്പറക്കുമ്പോഴേക്കുള്ള നൈസ് പത്രി എങ്ങനെ തയ്യാറാക്കാം. എല്ലാവർക്കും അറിയാത്തവരുണ്ടാവില്ല. എന്നാലും എങ്ങനെയാണ് അതിൻ്റെ രൂപമെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ആദ്യമായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അത് ചൂടായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടി ഇടുക. അതിനു വേണ്ടി 2.5 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അങ്ങുള്ളൂ. ഒരു 4 പേർക്കുള്ള പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോമ്പ് പറ്റി ക്ഷീണിതനായിട്ട് നമ്മളെ മുഹമ്മദ് ഉണ്ട് ഇവിടെ കിടക്കണ്. മേമ്മി ഞങ്ങൾ വിളിക്കൽ. നോമ്പറക്കാൻ നേരത്തെ തന്നെ മേമ്മി വന്നിട്ടുണ്ട്. മേമ്മിയെ ഇന്ന് നോമ്പറക്കാൻ മേമ്മി ഉണ്ടാവും. അങ്ങനെ വെള്ളം തിളച്ചു വന്നു. ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. അങ്ങനെ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എന്തിനാണെന്നറിയോ? പൊടി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെ തിളച്ച് വരുന്ന അതിലേക്ക് പത്തിരിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നന്നാക്കി ഇളക്കി യോജിപ്പിക്കുക. ഇന്ന് കുറച്ചൊന്ന് വേവണം. അതുവരെ ഒന്നും ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. പൊടി വെന്തിട്ടുണ്ട്. ഇനി വെന്ത ആ പൊടി എന്ത് ചെയ്യുക? ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് നമ്മൾ കുഴക്കണ രൂപം എങ്ങനെ അറിയോ? നല്ല വൃത്തിയുള്ള തോർത്തും കൊണ്ട് എടുക്കുക. അതിലേക്ക് ചൂടോടുക്ക് അങ്ങോട്ട് ഇട്ടതിന് ശേഷം നന്നായി അങ്ങോട്ട് ചാമ്പി കൊടുക്കുക. ആവി പറക്കുന്ന പൊടിയാണ്. നല്ല വൃത്തിയുള്ള തോർത്തിലേക്ക് ഇടുക. തോർത്തിലേക്ക് ഇട്ടിട്ട് നല്ല അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് ചാമ്പി കൊടുക്കുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? റെഡിയായി കിട്ടും. അപ്പം അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ പൊടി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തോർത്തുണ്ടിൽ കെട്ടി പാകമാക്കിയ പത്തിരിക്കുള്ള ഇത് ചാമ്പാണ്. കുറച്ച് എണ്ണ തൊട്ടിട്ട് നല്ല ഉഷാറാക്കി ചാമ്പി എടുക്കുക. ഓക്കെ. അങ്ങനെ ആവശ്യത്തിന് റോളാക്കിയിട്ട് ഓരോ ഉരുളകൾ പിടിക്കുക. അപ്പോൾ മക്കളെ, നമ്മളെ പത്തിരിക്കുള്ള ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കോഴിമുട പോലെ ഉരുളാക്കി. കാടമ്പടിയും കോഴിമുട ഒന്നുമല്ല കേട്ടോ. പത്തിരിക്ക് തയ്യാറാക്കിയ റോളാണ്, മറ്റേ ബോളാണ് മുറിച്ച് വെച്ചത്. അപ്പം അപ്പുറത്ത് കടലക്കറിക്കുള്ള വിസിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കടലക്കറിയും പത്തിരിയുമാണ് ഇന്ന് നോമ്പിൻ്റെ സർക്കാരുള്ള സംഭവം. അങ്ങനെ പത്തിരി പ്ലസ്സിൽ നമ്മുടെ ബോൾ കയറിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഉഷാറായ പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ബോൾ കയറുന്നു.
പൊടി തട്ടാണ്. അപ്പോൾ പത്തിരി ഏകദേശം റെഡിയായി കഴിഞ്ഞു. അവൾ മടിച്ചിക്കാണ്ട് കിടന്നുറങ്ങിയിരുന്നു. അവളെ പിടിച്ച് വലിച്ചു വിടുന്നതാണ്. അവൾ ഉഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ വന്നപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞ കേട്ടോ. ഏതായാലും നമ്മളെ പത്തിരി നൈസ് പത്തിരി ഇവിടെ റെഡിയായി കഴിഞ്ഞു, പരത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചൂടാനുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ ചുട്ടു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.